Next topic, program evaluation and review technique, PERT. The main objective of the PERT analysis is to find out whether a job could be finished on a given date. Whether a job could be finished on a given date. That is to minimizing the total time for a project. So question. Assuming that the expected time are normally distributed. Find the critical path and project. Find the critical path and project duration. Duration of activity തന്നിട്ടുണ്ട്. Then days ആണ്. Days AMB 1 to 1 3 activity and 2 4 3 4 3 5 4 5. Then 2 9 5 2 8 6. Then M 5 12 14 5 17 9. B 14 15 12 17 8 20 12. So solution. So activity 1 2 1 3 2 4. ഇനി നോക്കി ആക്ടിവിറ്റീസ് എഴുതും. ആക്ടിവിറ്റീസ് 1 2 1 3 2 4 3 4 3 5 4 5 ആക്ടിവിറ്റീസ്. ദെൻ ഇവിടെ എ എന്ന് പറഞ്ഞ ഡേയ്സ് തന്നിട്ടുണ്ട്. ഇതാണ് 2 9 5 2 8 6. ഇതാണ് സ്മോളസ്റ്റ്. സോ നമുക്ക് ആ സ്മോളസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ടൈം TO. ഇപ്പം 2 9 5 2 8 6. പിന്നെ ഇവിടെ M തന്നുണ്ട്. മോസ്റ്റ് ലൈക്ലി, അതായത് TM. അപ്പം ഇത് സ്മോളസ്റ്റ്, ഇത് ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് വന്ന്. അപ്പം ഇത് TO, ഇത് TM, ഇത് TP കൊടുക്കാം. TO TM TP. ദെൻ ഫോർമുല കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല ഇതാണ്. ഫോർമുല ഈസ് ഈക്വൽ ടു T0 പ്ലസ് 4TM പ്ലസ് TP ബൈ 6. ഇതാണ് ഫോർമുല. അപ്പം ഈ പെട്ട് ചെയ്യുന്നതിന്റെ ഫോർമുല ഇതാണ്. ഫോർമുല ഈസ് ഈക്വൽ ടു T0 പ്ലസ് 4TM പ്ലസ് TP ബൈ 6. ഇപ്പം TM എഴുതുക. TM 5 12 14 5 17 9. TP എന്നുള്ളത് 14 15 17 8 20 12. അപ്പോൾ T0 TM TP ക്വസ്റ്റ്യൻ നോക്കി എഴുതി. ഫസ്റ്റ് 1 T0 ആയിട്ട് എടുത്തു. ഇത് TM, ഇത് TP. ഇത് സ്മോളസ്റ്റ് ആണ്, അതാണ് T0 ആയിട്ട് എടുത്തത്. ഇത് ബിഗ്ഗസ്റ്റ്, അത് TP ആയിട്ട് എടുത്തു. ദെൻ TM. ദെൻ യൂസിങ് ദീസ് ഫോർമുല, ഇതാണ് ഫോർമുല. T0 പ്ലസ് 4TM പ്ലസ് TP ബൈ 6. ഈ ഫോർമുല ഉപയോഗിച്ച് ഓരോന്നും കണ്ടുപിടിക്കുന്നു. അപ്പം T0 2 പ്ലസ് 20 പ്ലസ്
14. 220 to 36 by 6. 6 എന്ന് കിട്ടും ഫസ്റ്റ് വൺ. Then next one. 9 plus 12 into 4. 48 plus 15 divided by 6. 72 divided by 6. 12. Next 5 plus 14 into 4. 14 into 4 plus 17 divided by 6. That is equal to 13 kittum. Then next one 2 plus 5 into 4. 20. 20 plus 8 divided by 6. 30 divided by 6 5 kittum. Then 8 plus 17 into 5 plus 20 divided by 6. Eight plus 17 into 4 plus 20 but divided by ചെയ്യുമ്പോൾ we get 16. Then next one 6 plus 9 into 4 plus 12 divided by 6 ചെയ്യുമ്പോൾ 9 കിട്ടും. സോ നമുക്ക് ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം, എക്സ്പെക്റ്റഡ് ടൈം വെച്ച് നമ്മൾ ഫിഗർ വരയ്ക്കുകയാണ്. അപ്പോൾ 1 2 1 വരയ്ക്കുന്നു, 1 നിന്ന് 2 1 2 ആക്ടിവിറ്റി 1 2ന്റെ നമ്മൾ 6 ആണ് വരയ്ക്കുന്നത്. ഈ കിട്ടിയിരിക്കുന്നതാണ് എക്സ്പെക്റ്റഡ് ടൈം ആയിട്ട് എടുക്കുന്നത്. ദെൻ 1 3 12. ദെൻ 2 4 13. 2 4 13 വരച്ചു. ദെൻ 3 4 5. ഇപ്പം 3 4 5. 3 5 16. 4 5 9. അപ്പം ഫിഗർ വരച്ചു, ആക്ടിവിറ്റീസ് ഇത് ഉപയോഗിച്ചു, ടൈം ഈ എക്സ്പെക്റ്റഡ് ടൈം ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നത്, അതായത് T0 + 4 TM + TP / 6 ഉപയോഗിച്ച് ചെയ്യുന്നത് കണ്ടുപിടിച്ചു. ഇനി കാൽക്കുലേറ്റ് E and L വാല്യൂസ് ഫോർ. അപ്പോൾ E0 കണ്ടുപിടിക്കുകയാണ്. E0 മീൻസ് സ്റ്റാർട്ടിങ് ആകുമ്പം 1. ദെൻ E1 is equal to E1 ആണ് 0. ദെൻ E2 E1 0 ആണ്. E2 എന്ന് പറയുമ്പം we get E1 plus duration 6 ആണ്. സോ 0 plus 6 6. ദെൻ E3 എന്ന് പറയുന്നത് E1 plus 12 ആണ്. E1 plus 12 that is equal to 12. Then E4 രണ്ടിടത്തുനിന്നുണ്ട്. സോ രണ്ടിടത്തുനിന്നാണ് വരുന്നത് E4ന്റെ. സോ മാക്സിമം ഓഫ് E2 plus 13 then E3 plus 5 that is equal to maximum of E2 എന്ന് പറയുന്നത് 6 plus 13 12 plus 5 എന്ന് പറയുന്നത് 17 ആണ്. 6 19. അപ്പോൾ മാക്സിമം എടുക്കുമ്പോൾ 19 ആൻസർ കിട്ടും. 19 കിട്ടും. ദെൻ E5 എന്ന് പറയുന്നത് E4 കണ്ടുപിടിച്ചു. E5 രണ്ടെണ്ണമാണ്. സോ മാക്സിമം ഓഫ് ഇവിടെ നോക്കുമ്പം E4 plus 9 E3 plus 16 E4 plus 9 E3 plus 16 that is equal to maximum of E4 plus 9. E4 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 19 ആണ്. സോ 19 plus 9 E3 എന്ന് പറയുന്നത് 12 ആണ്. 12 plus 16 E3 എന്ന് പറയുന്നത് 12 ആണ്. സോ 12 plus 16 ഇത് 28 . 28 + 16 = 32. 32 + 16 = 36. 36 + 16 = 48. 48 + 16 = 52. 52 + 16 = 54. 54 + 16 = 56. 56 + 16 = 57. 57 + 16 = 58. 58 + 16 = 59. 59 + 16 = 61. 61 + 16 = 63. 63 + 16 = 64. 64 + 16 = 65. 65 + 16 = 66. 66 + 16 = 67. 67 + 16 = 68. 68 + 16 = 69. 69 + 16 = 70. 70 + 16 = 71. 71 + 16 = 72. 72 + 16 = 73. 73 + 16 = 74. 74 + 16 = 75. 75 + 16 = 76. 76 + 16 = 77. 77 + 16 = 78. 78 + 16 = 79. 79 + 16 = 80. 80 + 16 = 81. 81
28. അപ്പോൾ മാക്സിമം 28 തന്നെ. ദെൻ നമുക്കിനി L5 കണ്ടുപിടിക്കണം. L5 എന്ന് പറയുന്നത് E5 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 28. ദെൻ L4 എന്ന് പറയുന്നത് L4 എന്ന് പറയുന്നത് L5 മൈനസ് 9. അപ്പോൾ L5 എന്ന് പറയുന്നത് 28 ആണ്. സോ 28 മൈനസ് 9 90. ദെൻ L3 കണ്ടുപിടിക്കുമ്പോൾ രണ്ടിടത്തൊന്നുണ്ട്. സോ L4 മിനിമം ആണ് നോക്കേണ്ടത്. മിനിമം ഓഫ് L4 മൈനസ് 5 L5 മൈനസ് 16. That is equal to minimum of 19 minus 5, 28 minus 16. 19 minus 5, 28 minus 16. So 12 കിട്ടും. മിനിമം 12 ആണ്. ഇത് 14 ആണ്, ഇത് 12. സോ 12 കിട്ടും. ദെൻ L2 എന്ന് പറയുമ്പം L4 മൈനസ് 13. L4 മൈനസ് 13. അപ്പം 19 മൈനസ് 13. L2 6. ദെൻ L1 എന്ന് പറയുന്നത് L2 മൈനസ് 6 ആണ്. L2 മൈനസ് 6 0 കിട്ടും. സോ ഇനി നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണം. അപ്പം ഈ വാല്യൂസും L വാല്യൂസും കണ്ടുപിടിച്ചു. ദെൻ ആക്ടിവിറ്റി ഡ്യൂറേഷന് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ഫ്ലോട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കുമ്പം ഫോർമുല ഇതാണ്. LJ മൈനസ് EI മൈനസ് ഡ്യൂറേഷന് DA. ഡ്യൂറേഷനാണ് DA. ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാം. 1 2 1 3 2 4 3 4 3 5 4 5. ഡ്യൂറേഷൻ എഴുതി. ഡ്യൂറേഷൻ വരുന്നത് 6 12 13 5 16 9. അപ്പം ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കുമ്പോൾ LJ മൈനസ് EI മൈനസ് D. അപ്പം LJ എന്ന് പറഞ്ഞാൽ L2 മൈനസ് E1. L2 എന്ന് പറയുന്നത് 6 ആണ്. സോ 6 മൈനസ് E1 0 ആണ്. മൈനസ് ഡ്യൂറേഷൻ 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഫസ്റ്റ് 0 കിട്ടി. ദെൻ അടുത്തത് L3 എന്ന് പറയുന്നത് 12 ആണ്. മൈനസ് E1 0 ആണ്. മൈനസ് ഡ്യൂറേഷൻ 12 ഈക്വൽ ടു 0 കിട്ടി. ദെൻ L4 എന്ന് പറയുന്നത് 19 ആണ്. സോ 19 മൈനസ് E2 6 ആണ്. 6 മൈനസ് 13. 19 മൈനസ് 6 13 മൈനസ് 13 0 കിട്ടും. ദെൻ അടുത്തത് L4 19 ആണ്. മൈനസ് E3 12 ആണ്. സോ 12 മൈനസ് 5. 19 മൈനസ് 12 7 മൈനസ് 5 2 കിട്ടും. അടുത്തത് L5 എന്ന് പറയുന്നത് 25 ആണ്. 28 ആണ്. 28 മൈനസ് E3 12 ആണ്. മൈനസ് 16. 28 മൈനസ് 12 16 മൈനസ് 16 0 കിട്ടും. ദെൻ L5 28 ആണ്. E4 എന്ന് പറയുന്നത് 19 ആണ്. മൈനസ് 9 0. അപ്പൊ 0 കിട്ടിയേക്കുന്ന ആക്ടിവിറ്റീസ് വരയ്ക്കുക. അപ്പൊ 0 കിട്ടിയേക്കുന്നത് 1 2 1 3 2 4 3 5 4 5. അപ്പൊ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആർ 1 2 1 3 2 4 3 5 4 5.
അതായത് 1 to പിന്നെ നമുക്ക് വരയ്ക്കാം 2 ആക്ടിവിറ്റീസ് ആണ്, 2 പാത്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. 2 പാത്ത് ഉണ്ട്. 2 പാത്ത്. ഫസ്റ്റ് പാർട്ട് ഇപ്പൊ നമ്മൾ 1 2 നിന്ന് പോയി 2 4 ഉണ്ട്. 2 4 നിന്ന് 5 ഇതൊരു പാത്ത്. അതായത് 1 2 2 4 4 5. ഇനി അടുത്ത പാർട്ട് 1 3 3 5. ഇപ്പൊ 2 പാത്താണ് കിട്ടുന്നത്. നമുക്കത് ഫിഗറിൽ വരച്ച് നോക്കാം. ഇതാണ് ഫിഗർ. 1 2 എന്ന് പറയുമ്പോൾ 6 ആണ്. 1 2 എന്ന് പറയുമ്പോൾ 6 പ്ലസ് പിന്നെ 2 4 എന്ന് പറയുമ്പോൾ 13 പ്ലസ് 1 2 2 4 4 5 ഇതൊരു പാത്താണ് പ്ലസ് 9. സോ 28 15 28 ഡേയ്സ് ആണ് കിട്ടുന്നത്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് 1 3 3 5. ദാറ്റ് ഈസ് 12 പ്ലസ് 16 28 ഡേയ്സ്. അപ്പൊ 2 പാത്തിൽ കൂടെ പോകാം. 2 പാത്തിലും സെയിം ആൻസർ ആണ് വരുന്നത്. 2 ക്രിട്ടിക്കൽ പാത്ത് ഉണ്ട്. അതായത് 1 2 4 5 1 3 5 2 പാത്ത് ഉണ്ട്. 2ന്റെ ആൻസർ 28 ആണ്.